സിനിച്ചേട്ടൻ്റെ ഫസ്റ്റ് പടമാണ്. അതിൽ ഹലോ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാതെ അഭിനയിക്കാൻ പറ്റി. അതിൽ ഓഫീസ് റൂമിലോട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് പോകുന്നൊരു സീനുണ്ട്. അപ്പം സൈഡിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് പോകുന്നത്. അത് വളരെ മനോഹരമായ ഷോട്ടായിരുന്നു. താങ്ക് യു. അതെങ്ങനെയുണ്ടായിരുന്നു ആ സമയത്ത്? ഡയറക്ടർ പറഞ്ഞു തന്നിരുന്നോ ഇതിന്റെ ആ ഒരു ഡെപ്ത് എങ്ങനെ ഉണ്ടായിരിക്കണം? ഇന്റർവെൽ സീനാണ്. അപ്പൊ അതിനു മുന്നേ ഇവള് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവനെ കാണുന്നുണ്ട്, പക്ഷെ അവൾക്ക് മോളെ നോക്കണം. അവൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തു. പക്ഷെ ആ സമയത്തും അവൾ പ്രതീക്ഷിക്കുകയാണ് ആള് തിരിച്ചു വരും എന്ന്. അപ്പൊ ആ ഒരു നോട്ടത്തിലും ആ ഒരു സൈഡ് ഇതിലാണെങ്കിലും അവൾ ആഗ്രഹിക്കുന്നത് അവൻ തിരിച്ചു വരും, ആ ലവ് ആയിരിക്കും വിൻ ചെയ്യാന്നാണ് വിചാരിക്കുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലവ് അല്ല വിൻ ചെയ്യുന്നത്, അവിടെ അഡിക്ഷനാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ അങ്ങനെ സഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കായൽമാരെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് വാച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും. സാധാരണ ഒരു പടം ഇറങ്ങുമ്പോൾ ഒരാള് മുൻനിരയിലേക്ക് വരുമായിരിക്കും. ഇത് ഒരു പിടി പുതുമുഖങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ? ഇപ്പൊ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആഴി എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ വരുത്തുപോക്ക് എന്ന് പറഞ്ഞ എന്റെ ഓൺ പ്രൊഡക്ഷനിൽ ജിത്തു കൃഷ്ണൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പടം ചെയ്യുന്നുണ്ട്. വിനോദേട്ടന്റെ എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിനോദേട്ടന്റെ കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റോറിയാണിത്. വിനോദേട്ടൻ ഇതുപോലെ ജീവിച്ച് നടന്ന ഒരാളാണ്. കഴിഞ്ഞൊരു 4 വർഷം മുന്നേ ആണ് ആള് കള്ളൂടി നിർത്തി ഈ പടത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുന്നേ അപ്പോൾ ചേട്ടൻ എപ്പോഴും കായലിന്റെ ക്യാരക്ടർ പറയുമ്പോഴും വൈഫിനെ മോളിനെ എപ്പോഴും കമ്പയർ ചെയ്താണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടന്റെ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ചേട്ടൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവും. ബിക്കോസ് ഇത് റിയൽ ആളുടെ ഒരു സ്റ്റോറിയാണ്. ആളിങ്ങനെ നടന്നിട്ടുണ്ട്, 50 രൂപ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് വേദനകരമാണ്. ഇതിൽ കാണുന്ന പോലെ ജീവൻ എങ്ങനെ അത് ഓവർകം ചെയ്ത് വന്നു, വിനോദേട്ടനും ഓവർകം ചെയ്ത് വന്നു. അപ്പൊ ഈ പടം വിനോദേട്ടന്റെ എന്താ പറയാ ഷിയർ ഡെഡിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോ ജീവന്റെ അമ്മ പുതിയ ആർട്ടിസ്റ്റ് ആണ്. എന്റെ ആദ്യത്തെ മൂവിയാണ്. പേരെങ്ങനെ? നവോമി. മനോജ് എന്നാണ് പേര്. എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എന്റെ പ്രൊഡ്യൂസർ സുൽപ്പണ്ടി എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് പുള്ളി എന്നെ ഇതിനകത്ത് വിളിക്കുന്നതും ഇതിനകത്ത് വരാൻ സാധിക്കും. നല്ല മൂവിയാണ്. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു മൂവി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു അമ്മവേഷം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആക്ടിംഗ് സമയത്ത്? നമുക്ക് പുതിയൊരു ഡയറക്ടറിന്റെ ഭാഗത്തൊന്നും. ഞാനൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയാണ് എനിക്ക് സുനിൽ പണിക്കരെ പരിചയം. സുനിൽ പണിക്കരും ഡബിംഗ് ആർട്ടിസ്റ്റ് തന്നെയാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ മൂവി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അഭിനയിച്ച് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് എനിക്ക് എളുപ്പമായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് തന്നെ അവര് പറയുന്നത് അതുപോലെ ചെയ്തു. ഇങ്ങനെ കണ്ടപ്പോ എങ്ങനെ തോന്നി? ബിഗ് സ്ക്രീനിൽ കണ്ടപ്പം എനിക്ക് ഇതുവരെ ശബ്ദമല്ലേ വന്നിട്ടുള്ളൂ ബിഗ് സ്ക്രീനിൽ. അതെ അതെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. ഇനിയും ഫ്യൂച്ചറിൽ ശബ്ദം മാത്രമല്ല ഇനി അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് പുതുമകളുണ്ട്. എല്ലാവരും കറക്റ്റ് ഒരു മീറ്ററിനകത്തിരുന്നാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ഡയറക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതിന് നന്നായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. പുതിയ ആർട്ടിസ്റ്റുകളാണ്. അവർ വലിയ റിസ്ക് അല്ലേ എടുത്തിരിക്കുന്നത്? അതെ എല്ലാവരും പുതിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവാണ് ഈ മൂവി എന്ന് പറയുന്നത്. ഇത് വിജയിക്കുമ്പം എനിക്കൊന്ന് പുതുമുഖങ്ങൾക്ക് വലിയൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അവർക്കും ഇനിയും അവരെ വെച്ചും ചെയ്യാം അല്ലേ? പുതുമുഖങ്ങളുടെ ഒരു കൂട്ടമാണ് ഇതിന്റെ അകത്ത് വന്നേക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉദ്ദേശിച്ചത്? ആക്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാനായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. പിന്നെ ഡബിംഗ് ആർട്ടിസ്റ്റായിട്ട് 27 വർഷമായിട്ട് സിനിമയിലുണ്ട്. ഒപ്പം ചെറിയ ചെറിയ വേഷങ്ങൾ 2-3 സീനിൽ വരുന്ന വേഷങ്ങൾ കുറേ അധികം ചെയ്തു. 27 സിനിമകൾ ചെയ്തു. പിന്നെ മുഴുനീള വേഷം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നല്ല ക്യാരക്ടറായിരുന്നു. മലയാള സിനിമയ്ക്ക് ഇതൊരു ചേഞ്ച് ആയിരിക്കുമോ? കാരണം ഒരു നീളം പുതുമുഖങ്ങളാണല്ലോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളെ വെച്ചിട്ട് നമുക്കൊരു പടം വിജയിപ്പിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആർക്കും ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ ഇത് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്നൊരു ചിത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതാണ് എൻ്റെ കോൺഫിഡൻസ്. ഇത് നിർമ്മിക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം അതാണ്. ക്യാമറമാൻ നടനായിട്ട് വരുന്ന സമയങ്ങൾ ആരായിരുന്നു ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? നമുക്ക് ഇദ്ദേഹത്തിനെ നാടകനാക്കാം. അല്ല, ഇതിനകത്ത് സിനു സിദ്ധാർത്ഥ ആദ്യം ഇതിൻ്റെ DOP ആയിട്ട് വന്നു. ഈ പുള്ളി ഞാനോട്ടൊരു പടം നേരത്തെ അനൗൺസ് ചെയ്ത് അത് നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു കുത്തിത്താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നായകനെ ഇങ്ങനെ നോക്കി ഓരോരുത്തരെ ഇൻ്റർവ്യൂ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, നമുക്ക് സിനു ആയാലും എന്താ, സിനുവിൻ്റെ ആ ലുക്ക് ഇച്ചിരി താടി വളർത്തി കറക്റ്റായിരിക്കും. അങ്ങനെ സിനുവിനോട് പറഞ്ഞു. ആദ്യം സിനു സമ്മതിച്ചില്ല.
പക്ഷെ താടിയൊക്കെ വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് 1-2 സീനൊക്കെ അഭിനയം നോക്കുമ്പോൾ ഡയറക്ടറും പറഞ്ഞു കറക്റ്റാണ്. ആ പട്ടി നടക്കുന്ന സീനൊക്കെ ഗ്രാഫിക്സ് റിയൽ തന്നെയാണ്. അയ്യോ അത് റിയലായിട്ട് ഭയങ്കരമായിട്ട് അത് 4 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു, 4-5 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. നല്ല റിസ്ക് ആയിരുന്നു അല്ലേ? അയ്യോ അത് പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. അത് പെട്ടെന്ന് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയി. അങ്ങനെ വളരെ രസകരമായിട്ട് ആ സീൻ. അതുപോലെ കുറേ സീനുണ്ട് ഈ സിനിമയിൽ. ലൈവായിട്ട് നമ്മൾ ഒളി ക്യാമറ വെച്ചെടുത്ത കുറേ സീനുകളുണ്ട്. ബസ് സ്റ്റാൻഡിലൊക്കെ ഓടുന്നതൊക്കെ ആർക്കും അറിയത്തില്ല, ഷൂട്ടിംഗ് എന്നറിയാതെ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊരു അറിയപ്പെടുന്ന നടനാണെങ്കിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ നല്ല സീനുകൾ, വളരെ ലൈവായിട്ടുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് സാധാരണ ഒരു പടം ഇറങ്ങുമ്പോൾ 1-2 പുതുമുഖങ്ങൾ നമുക്ക് രംഗത്തേക്ക് വരാം. ഇതിനകത്ത് ഒരു പിടി ഏറെ മുഖപരിചയമുള്ള ആരുമില്ല, എല്ലാം പുതിയ ആൾക്കാരാണ്. ആ റിസ്ക് ഭയങ്കര റിസ്ക് അല്ലായിരുന്നു. ഉറപ്പായിട്ടും. പക്ഷെ ആരും ക്യാരക്ടറിൽ നിന്ന് പുറത്തു പോയില്ല. കറക്റ്റ് ക്യാരക്ടർ എല്ലാവരും ഒരു സീനിൽ വരെ അഭിനയിച്ചവർ പോലും. അത് ഡയറക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഉറപ്പായിട്ടും ഞങ്ങള് ഇപ്പം ഒരു സീനിൽ വരുന്ന ആൾക്കാരെ പോലും ഓഡിഷൻ നടത്തി അവരെ കൊണ്ട് ഡയലോഗ് പറയുന്നത് നോക്കിയാ സെലക്ട് ചെയ്ത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒന്നിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ലൊരു പടമായിരുന്നു. ഇനി അധികം ഇതുപോലുള്ള പുതിയ പടങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ. നല്ല ഒരു അഭിനയവും ഇല്ലേ നമുക്ക് കാഴ്ചവെക്കും. പൂർണ്ണമായിട്ടും പുതുമുഖങ്ങളെ കൊണ്ടുള്ള പടം. അതുപോലെ തന്നെ ഷോട്ടുകളിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാതെ, അതായത് ഞാൻ അറിഞ്ഞത് പട്ടി നിൽക്കുന്ന ഷോട്ടുകൾ പോലും റിയലാണ്. അതിൽ പോലും മായം ചേർക്കാതെ അങ്ങനെ തന്നെ വേണമെന്ന് താങ്കൾ തീരുമാനിച്ചിരുന്നു. അതിലുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? അല്ല, നമുക്കിതൊരു എൻ്റെ റിയൽ ലൈഫിൻ്റെ ഒരു സിനിമാറ്റിക് വെർഷനാണ്. അതുകൊണ്ട് ഇത്രയും പുതുമുഖങ്ങളെ ഫിക്സ് ചെയ്തതിന് പ്രേക്ഷകന് ആദ്യത്തെ കാര്യം പ്രേക്ഷകനൊരു മുൻവിധി ഉണ്ടാകാതിരിക്കുക. അത് ഷിബു ഇച്ചമ്മടം എന്നാണ് പേര്. ആലപ്പുഴയിൽ ചേർത്തലയിലാണ് വീട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയും. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവി വളരെ നാളിന് ശേഷം മലയാളത്തിൽ വന്നു. വളരെ വലിയൊരു സന്ദേശം, എല്ലാ യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ യഥാർത്ഥ ലഹരി ജീവിതമാണ് എന്നൊരു സന്ദേശം ഈ സിനിമ നൽകുന്നു. അത് മദ്യത്തിൽ അടിമുടി കുളിച്ച് ഉള്ള ഒരു സിനിമ. അത് ആരും മദ്യപിക്കരുത്, മദ്യം വിഷമാണ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ആ മദ്യത്തിലൂടെ ഒരാൾ വന്ന് അതിൻ്റെ അവസാനം കാണുമ്പോൾ നമ്മൾ മദ്യത്തിൽ നിന്ന് പിന്മാറണം എന്ന് യുവജനങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു പോകും. നമ്മളെത്ര മദ്യപിക്കുന്നവരാണെങ്കിലും നമ്മൾ ഒരു വേള ഈ പടം തീരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും മദ്യപാനം നിർത്താം അല്ലേ എന്ന്. അത്രയ്ക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഡയറക്ടറുടെ ജീവിതം തന്നെയാണ്. അതെ, ഡയറക്ടറിന്റെ ജീവിതമാണല്ലോ ഇത്. അപ്പോൾ അത് ഡയറക്ടർ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമായിരുന്നു ഷൂട്ടിങ്ങിനിടയ്ക്ക്? നമുക്ക് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹം അനുഭവിച്ച ഒരു കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം കടന്നു വന്ന വഴികളിലൂടെ മദ്യപിക്കാൻ വേണ്ടി അദ്ദേഹം തെണ്ടിയിട്ടുണ്ട്. ഒരു വേള അദ്ദേഹം മോഷണം പോലും നടത്തുന്നു. അത്രയ്ക്ക് അധപ്പതനത്തിലേക്ക് മദ്യപാനികൾ എത്തിച്ചേരുന്നുണ്ട്. അവരറിഞ്ഞോ അറിയാതെയോ സൊസൈറ്റി അറിയാതെയോ ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു മദ്യപാനിയുടെ എല്ലാ വശങ്ങളും ഈ സിനിമ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പടം ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം. ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. ആദ്യത്തെ സിനിമയാണ്. ഞാനിപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് വരുന്ന ആദ്യമാണ്. ഞാൻ നാടകപ്രവർത്തകനാണ്. ഒറ്റയ്ക്ക് നാടകം ചെയ്യുന്ന ആളാണ്. ആരാച്ചാർ എന്ന് പറയുന്ന നാടകം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു. അത് 1000-ൽ പരം വേദികൾ. പിന്നെ തട്ടിമുട്ടി പരമ്പരകളിലൊക്കെ അഭിനയിക്കുന്നു. സൂപ്പർ. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് മൂവിയാണോ? എന്റെ ഫസ്റ്റ് മൂവില്ല, എന്റെ 7ാമത്തെ സിനിമ. ഏതൊക്കെ ചെയ്തിരിക്കുന്നത്? ഞാൻ ഇനി ഫസ്റ്റ് പടം പകരം, അതുപോലെ മുന്തിരിവള്ളികൾ തിളർക്കുമ്പോൾ, പിന്നെ പ്രതിക, അങ്ങനെ കുറെ സിനിമകൾ. പകരം എന്ന് പറഞ്ഞ പൃഥ്വിരാജ് ചേട്ടന്റെ പടം. അല്ലല്ല, പകരം എന്ന് പറഞ്ഞ അത് 2014 ക്രിട്ടിക്സ് അവാർഡ് കിട്ടി.